വെൽക്കം ടു കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ. ഇന്നത്തെ റെസിപ്പി പല്ലില്ലാത്ത കുഞ്ഞു കുട്ടികൾ മുതൽ പല്ല് പോയ വയസ്സായ ആൾക്കാർ വരെ ടേസ്റ്റ് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉത്സവ സമയത്ത് അമ്പലങ്ങളിലും കടകളിലും കിട്ടാവുന്ന പൊരി കൊണ്ടുള്ള 2 റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെയാണ് കാരപ്പൊരി, സ്പൈസി മസാലപ്പൊരി. രണ്ടാമത്തത് തേങ്ങ ഉള്ളിയൊക്കെ തേങ്ങാപ്പൊരി. ഇപ്പൊ നല്ല മഴക്കാലാണ്. വൈകുന്നേരം ഫാമിലി മെമ്പേഴ്സൊക്കെ ഒന്നിച്ചിരുന്ന് ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ ഈ കാരപ്പൊരിയോ അല്ലെങ്കിൽ തേങ്ങാപ്പൊരിയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടത് പൊരി. 2 തരം പൊരി ഉണ്ട് കേട്ടോ. ഉപ്പ് പൊരി, നല്ല പൊരിയുണ്ട്. ഇത് നല്ല പൊരിയാണ്, ഉപ്പില്ലാത്ത പൊരിയാണ് കേട്ടോ. ഇനി വേണ്ടത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള. ചെറിയ ഉള്ളിയാണ് വളരെ നല്ലത്. വെളുത്തുള്ളി, കരിവേപ്പില, മല്ലിയില, വറ്റൽമുളക് വളരെ ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് നിലക്കടല. പിന്നെ കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊട്ടുകടല. ഇത് പൊരികടല, ചെറിയ കടല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിവിടെ പൊട്ടുകടല എന്നാണ് പറയാറ്. ചിരകിയ തേങ്ങ. ഈ പൊട്ടുകടല, നിലക്കടല, തേങ്ങ ഇതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എത്രയും ചേർക്കണോ അത്രയും ടേസ്റ്റ് ആണ്. ആദ്യം നമുക്ക് കാരപ്പൊരി ഉണ്ടാക്കിയെടുക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണയൊന്നും ആവശ്യമില്ല. വറവിന് ആവശ്യമായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇടാം. കടുക് നന്നായി മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല നിറം മാറി ഒന്ന് റോസ്റ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിലക്കടയിൽ ഇതുപോലെ തന്നെ വറുത്ത് വരുന്ന സമയത്ത് കുറച്ച് നിറം മാറി മൂത്ത് വരും. നന്നായി റോസ്റ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കടലയൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടല ഒന്ന് കുറച്ച് മാറ്റി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കരിവേപ്പില, 2-3 കഷ്ണമായി പൊട്ടിച്ച് വറ്റൽമുളക് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ എത്രയും ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഫ്ലേവർ ഉണ്ടാവും. പൊരി കഴിക്കുന്ന സമയത്ത് കടിച്ചു തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം കേട്ടോ. ഇനി ആദ്യം നിങ്ങൾക്ക് വെളുത്തുള്ളി, കരിവേപ്പില, മുളക് കൂടെ വറുത്തിട്ട് അതിലേക്ക് പൊട്ടുകട്ടി കടലയും കൂടെ വറുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അത് കാരണം മുളക് പൊടി നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പില്ലാത്ത നല്ല പൊരിയാണ്. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഉപ്പ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇല്ലാതെ നല്ല ടേസ്റ്റാണ്. ഇനി നന്നായി മൂപ്പിച്ചെടുക്കാം.
നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് പൊരി എടുത്ത് നമുക്ക് വായിലിട്ട് നോക്കിയാൽ നല്ല കറുമുറാം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം തീ ഓഫ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ കാരപ്പൊരി റെഡി ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. കൂടാതെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണം, അതിൽ ഓൾ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ എനിക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നു. അങ്ങനെ നമ്മുടെ കാരപ്പൊരി, അതായത് സ്പൈസി മസാല പൊരി റെഡി ആയിരിക്കും. കണ്ടില്ലേ, ഇത് കഴിക്കുമ്പോൾ ആ കടലയും പൊട്ടുകടലൊക്കെ കടിച്ച് തിന്നുന്ന സമയത്ത് വളരെ ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളിലെ ഫ്ലേവർ എല്ലാം കൂടുമ്പോൾ എത്ര കഴിച്ചാലും മതി വരില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി തേങ്ങാപ്പൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തേങ്ങാപ്പൊരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊരി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതില്ലാത്ത കാരണം ഞാനിവിടെ സവോളയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില, ചിരകിയ തേങ്ങ, ഇനി വാസനയ്ക്ക് വേണ്ടി നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ, കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും വേണ്ട, 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് എരിവിന് ആവശ്യമായ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതാകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ എരിവ് ഉണ്ടാവില്ല, കുറച്ച് കളർ കൂടെ പൊരിക്ക് കിട്ടും. ഇതൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് നല്ല ചായയോ കാപ്പിയോ കൂടെ ഒന്ന് കഴിച്ചു നോക്കണം. നമ്മൾ എത്ര കഴിച്ചാലും മതിയാവാത്ത പൊരി റെസിപ്പിയാണ് ഈ രണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നും ബേക്കറി ഐറ്റംസ് വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കാതെ ഇങ്ങനെ ഒരു വെറൈറ്റി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. എല്ലാവർക്കും ആരോഗ്യത്തിനും നല്ലതാണ്, എളുപ്പത്തെ പണിയും കഴിയും നമുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.